വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13, 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഭീകര ദുരിതങ്ങളുടെ കാലം. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യേശുവിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാകാവുന്ന ഭിന്നിപ്പ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അച്ചാരവും അടയാളവുമാണല്ലോ മതവും മതാത്മക ജീവിതവും. മതത്തിന്റെയും മതാത്മക ജീവിതത്തിന്റെം പേരിൽ വ്യക്തികളെ ഇടയിലും അതുവഴി സമൂഹത്തിലും ധാരണാപിശകുകൾ സൃഷ്ടിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ ഇടവരുന്ന ശക്തികൾ സമൂഹത്തിൽ പ്രവർത്തനനിരതമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു വ്യക്തമാക്കുന്നു, തന്റെ തന്നെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനും സമൂഹത്തിൽ ധാരണാപിശകുകൾ സൃഷ്ടിക്കുന്നതിനുമായിട്ടുള്ള ശക്തികൾ പ്രവർത്തനനിരതമാകാൻ ഇടയുണ്ട് എന്ന സത്യം അനുയായികളായിട്ടുള്ള വ്യക്തികൾ അനുസ്മരിക്കേണ്ടതുണ്ട് എന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്റേതായിട്ടുള്ള അനുയായികൾ വിവേകത്തോടുകൂടെ ഇത്തരം പ്രവർത്തന ചൈതികളെ പ്രതിരോധിക്കാനുള്ള ആ ശക്തിയും ആർജവത്വവും ജീവിതത്തിൽ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്നും അതിൽ ജാഗരൂകത നിങ്ങൾ പ്രകടിപ്പിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് വേണം ഇന്നത്തേത് നമുക്ക് കരുതാൻ.